ഹായ് പെറ്റ് ലവേഴ്സ്, ഇന്ന് നമ്മൾ മിക്കുവിനെ ഗ്രൂം ചെയ്യാൻ വന്നിരിക്കുന്നത് കോതമംഗലത്തുള്ളൊരു വീട്ടിലാണ് കേട്ടോ. മിക്കു ഒരു ലാബ്രഡോഗിനത്തിൽപ്പെട്ട ഡോഗാണ്. ആൾ ഇച്ചിരി ഹൈപ്പർ ആക്റ്റീവ് ആണ് കേട്ടോ. ഇതേപോലെ തന്നെ ഇച്ചിരി ഹൈപ്പർ ആക്റ്റീവായ ഡോഗുകളും നമുക്ക് ഗ്രൂമിംഗ് സെൻറ്ററിൽ കൊണ്ടുപോയി ഗ്രൂം ചെയ്യാൻ പറ്റാത്ത ഡോഗുകളോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ ഗ്രൂം ചെയ്യാൻ പറ്റാതെ ഇരിക്കുകയാണെങ്കിൽ നമ്മളെ ബന്ധപ്പെടുക. നമ്മൾ നിങ്ങൾക്ക് വീട്ടിൽ വന്ന് ഗ്രൂം ചെയ്ത് തരുന്നതായിരിക്കും കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ഈ പേജ് കാർലോ പെറ്റ്സ് ആൻഡ് ഗ്രൂമിംഗ് എന്ന് പറഞ്ഞ പേജ് ഒന്ന് ഫോളോ ചെയ്യുക. നമ്മൾ കോതമംഗലത്താണ് സ്ഥലം. അത്യാവശ്യം ഓൾ കേരള തന്നെ നമുക്ക് സർവീസ് ചെയ്യാനുള്ള ഒരു കാര്യങ്ങളൊക്കെ നമുക്ക് അവൈലബിൾ ആണ് ഇപ്പോൾ. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമായെങ്കിൽ ഡോഗ്സ് ഉള്ളതിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ മിക്കുവിൻ്റെ വിശേഷം പറയാം. മിക്കു അത്യാവശ്യം നല്ല രീതിയിൽ ഒരു ഇൻഫെക്റ്റഡ് ആയി നിൽക്കുമായിരുന്നു. എന്നുവെച്ചാൽ ബോഡിയിലൊക്കെ നല്ല രീതിയിൽ റെഡ്നെസ്സും കാര്യങ്ങളും ചൊറിച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ അവൻ്റെ അത്യാവശ്യം ഈ വെള്ളം എപ്പോഴും ആവുന്നൊരു ഏരിയയൊക്കെ നമ്മളൊന്ന് ജസ്റ്റ് ഹെയറൊക്കെ റിമൂവ് ചെയ്തു. നല്ല റെഡ്നെസ് ഉണ്ടായിരുന്നു കേട്ടോ അവിടെയൊക്കെ. അതുപോലെ തന്നെ അവൻ്റെ അടിവശത്തെ കാര്യങ്ങളൊക്കെ ഹെയറൊക്കെ അത്യാവശ്യം നമ്മൾ റിമൂവ് ചെയ്ത് അവൻ്റെ സുന്ദരകുട്ടവനാക്കി. ഇതുവരെ അങ്ങനെ ഗ്രൂമിംഗ് ഒന്നും കാര്യമായിട്ട് കിട്ടാത്തൊരു ഡോഗാണ് കേട്ടോ നമ്മൾ മിക്കു. അതുകൊണ്ട് തന്നെ ഈ ചെവിയിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അഴുക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇത് കണ്ടില്ലേ അവൻ്റെ റെഡ്നെസ് സമയത്ത്. അപ്പോൾ ഇങ്ങനെയൊക്കെ കാരണം തന്നെ അവന് നല്ല ചൊറിച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും നമ്മൾ അത് വരാതിരിക്കാനുള്ള കാര്യങ്ങളും യൂസ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ അവരെ വീട്ടുകാരെ പറഞ്ഞ് അത്യാവശ്യം മനസ്സിലാക്കി. ഷാമ്പൂസൊക്കെ പറഞ്ഞു കൊടുത്തു. നമ്മൾ മെഡിക്കേറ്റഡ് ബാത്താണ് കൊടുത്തത്. എന്തായാലും അവൻ നല്ല രീതിയിൽ നമ്മൾ ആസ്വദിച്ചു നമ്മുടെ ബാത്തെല്ലാം. കാരണം വെച്ച് കഴിഞ്ഞാൽ കുറേ നാളെ അങ്ങനെ ഒരു മസാജഡ് ബാത്തും കാര്യങ്ങളൊക്കെ അവന് കിട്ടിയിട്ട് നമ്മൾ ബാത്ത് ചെയ്തതിന് ശേഷം ഒരു 15 മിനിറ്റോളം അവനെ ഒന്ന് നല്ല രീതിയിൽ നിർത്തി കുറച്ച് വെയിലൊക്കെ കൊള്ളിച്ചതിന് ശേഷമാണ് അവനെ മൊത്തമായിട്ട് ക്ലിയർ ചെയ്ത് കൂട്ടിലാക്കിയത് കേട്ടോ. എന്തായാലും സന്തോഷമുള്ളൊരു ഗ്രൂമിംഗ് ആയിരുന്നു. അവൻ ആസ്വദിച്ച് എല്ലാം ക്ലിയറായിട്ട് നിന്ന് തന്നു. ആദ്യമേ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നെങ്കിലും പിന്നെ അവൻ ഓക്കെ ആയി. എന്തായാലും ഗുഡ് ബൈ.